ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രോ ക്രിയേഷൻസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോൺ ഫാസ്റ്റ് ബൂട്ട് മോഡിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. ഫാസ്റ്റ് ബൂട്ട് മോഡിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ സാധാരണഗതി നമുക്ക് പവർ ബട്ടണിൽ ഒരു 10 സെക്കൻഡ് നമുക്ക് ലോങ് ആയിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫാസ്റ്റ് ബൂട്ട് മോഡിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യാവുന്നതാണ്, പുറത്ത് കടക്കാവുന്നതാണ്. നമുക്ക് ടെമ്പററി ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾക്ക് മാത്രമേ നമുക്ക് ഇതേപോലെ ഫോണിൽ പവർ ബട്ടൺ ലോങ് ആയിട്ട് പ്രസ് ചെയ്ത് പുറത്തിറക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ പെർമനൻ്റ് ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലംസ് ആണെങ്കിൽ, പെർമനൻ്റ് ആയിട്ട് എന്തെങ്കിലും സോഫ്റ്റ്വെയറിനോ ഹാർഡ്വെയറിനോ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിൽ നമുക്ക് പവർ ബട്ടണിൽ ലോങ് ആയിട്ട് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫാസ്റ്റ് ബൂട്ട് മോഡിൽ നിന്നും പുറത്തിറക്കാൻ സാധിക്കില്ല. അങ്ങനെ വരികയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പ്, അതായത് അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഫോണ് റെഡ്മി Y2 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഈ ഒരു ഫോണിൻ്റെ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഫോൺ ഓൺ ആക്കുമ്പോഴത്തേക്കും, പവർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോൺ ഓൺ ആക്കുമ്പോഴത്തേക്കും ഇതേപോലെ ഫാസ്റ്റ് ബൂട്ട് എന്ന് എഴുതിയിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. നമ്മൾ എത്ര തന്നെ വോളിയം ബട്ടണിലോ പവർ ബട്ടണിലോ ഹോം ബട്ടൺ ഇതിലൊക്കെ ക്ലിക്ക് ചെയ്താലും യാതൊരുവിധ റെസ്പോൺസും കാണുകയില്ല. ഫാസ്റ്റ് ബൂട്ട് എന്ന് പറഞ്ഞ് സ്റ്റക്കായിട്ട് നിൽക്കുക. ഇത്തരം കണ്ടീഷനുകൾ പെർമനൻ്റ്ലി പ്രോബ്ലംസ് ആയിട്ടും വരും, ടെമ്പററി പ്രോബ്ലംസുമായിട്ടും വരും. എന്തെങ്കിലും ചെറിയ എററുകൾ കൊണ്ടുവരുന്നത് ടെമ്പററി ആയിട്ട് വരും. അങ്ങനെ ടെമ്പററി ആയിട്ട് വരുന്ന പ്രശ്നമാണ് എങ്കിൽ, ഇതേപോലെ ഫാസ്റ്റ് ബൂട്ട് ടെമ്പററി ആയിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ പവർ ബട്ടൺ ഉണ്ടല്ലോ, ഈ പവർ ബട്ടൺ ലോങ് ആയിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 സെക്കൻഡൊക്കെ ലോങ് ആയിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫാസ്റ്റ് ബൂട്ട് മാറി ഫോൺ ഓണായി വരും. ഓക്കെ, ഇതിപ്പോൾ ഫോൺ ഓണാവുന്നില്ല, വീണ്ടും ഫാസ്റ്റ് ബൂട്ടിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഫോൺ ഒന്ന് മങ്ങിയിട്ട് വീണ്ടും ഫാസ്റ്റ് ബൂട്ടിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പെർമനൻ്റ് ആയിട്ടുള്ള ടെമ്പററി ആയിട്ടുള്ള ഒരു പ്രോബ്ലംസ് എല്ലാം പെർമനൻ്റ് ആയിട്ട് എന്തോ ഒരു ഹാർഡ്വെയറിനെയോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിനോ വന്നിരിക്കുന്ന എന്തോ ഒരു ഇഷ്യൂസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു പ്രോബ്ലംസ് പല കാരണങ്ങൾ കൊണ്ടും വരാം. നമ്മുടെ വോളിയം കീയിൽ എന്തെങ്കിലും ഇഷ്യൂസുകളുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും കീ ജാമായിട്ട് നിൽക്കുകയാണെങ്കിലോ എന്തെങ്കിലും ഓപ്പൺ ആയിരിക്കുകയാണെങ്കിലോ ഒക്കെ ഈ പ്രോബ്ലംസ് വരാം. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസുകളുണ്ടെങ്കിലും ഈ ഒരു പ്രോബ്ലംസ് വരാം. അതുപോലെ തന്നെ ഈ ഒരു വോളിയം കീയിൽ വരുന്ന റെസിസ്റ്ററിന്, അതായത് 1K റെസിസ്റ്റർ ഇതിൻ്റെ വോളിയം കീയിൽ ഇതിൻ്റെ ബോർഡിൽ വരും. ആ 1K റെസിസ്റ്ററിൻ്റെ വാല്യൂയിൽ വ്യത്യാസം വരികയോ അല്ലെങ്കിൽ ഓപ്പൺ ആവുകയൊക്കെ ചെയ്യുക, എന്തെങ്കിലും ഡാമേജസ് വരികയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ഇഷ്യൂസുകൾ സംഭവിക്കാം. അതുപോലെ തന്നെ മെയിനായിട്ട് നമുക്ക് EMMC സംബന്ധമായ ഇഷ്യൂസുകളോ CPU സംബന്ധമായിട്ട് ഇഷ്യൂസുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ വരാം. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അതൊക്കെ ഇളക്കി ഒന്ന് റീബോൾ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു പ്രോബ്ലംസ് റെഡിയാവും. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ് എന്ന് പറയുന്നത് എന്തോ ഒരു ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് ഫോണ് പൊളിച്ച് ബോർഡ് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോർഡ് പൊളിക്കാം, ഇത് ഫോണ് പൊളിക്കാം, എന്നിട്ട് ബോർഡിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ബോർഡ് വെളിയിലെടുത്തിട്ടുണ്ട്. ബോർഡ് വെളിയിലെടുത്തിട്ട് ആദ്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വോളിയം കീ തന്നെയാണ് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. വോളിയം കീ ചെക്ക് ചെയ്തിട്ട് വോളിയം കീസിൽ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല, കറക്റ്റ് റെസിസ്റ്റൻസ് ഒക്കെയാണ് എങ്കിൽ നമ്മൾ അടുത്തായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ ഒന്ന് ചെയ്ത് നോക്കുക. സോഫ്റ്റ്വെയർ ചെയ്തിട്ടും റെഡി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ മെയിനായിട്ടുള്ള EMC CPU സംബന്ധമായ ഇഷ്യൂസുകൾ വല്ലതും ഉണ്ടോ എന്നുള്ളത് മെയിനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വോളിയം കീ ആണ്. അപ്പോൾ നമുക്ക് വോളിയം കീ നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ബാറ്ററി കണക്ടർ നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. ബാറ്ററി കണക്ടർ റിമൂവ് ചെയ്ത ശേഷം നമ്മൾ വോളിയം കീൻ്റെ സ്ട്രിപ്പ് നമ്മൾ വെളിയിലെടുക്കുന്നു. ഓക്കെ, വോളിയം കീയുടെ സ്റ്റെപ്പ് വെളിയിലെടുത്തു. ഇവിടെ 3 ടെസ്റ്റ് പോയിന്റുകളുണ്ട്. ഈ ഒരു 3 ടെസ്റ്റ് പോയിന്റുകളിൽ നമുക്ക് ചെക്ക് ചെയ്തുകൊണ്ട് ഗ്രൗണ്ട് വാല്യൂ ചെക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ വോളിയം ബട്ടൺസ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ലൈൻസിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാം. ഇതിന് വേറെ ലൈൻസിലും മറ്റു കാര്യങ്ങളൊന്നും പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബോർഡ് സംബന്ധമായ CPU EMMC അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്ത് നോക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് അതെന്താ എങ്ങനെയാണെന്ന് നോക്കാം. 1630, 1559. ഓക്കെ, ഇവിടെ റെസിസ്റ്റൻസ് വാല്യൂ ഒക്കെ കറക്റ്റാണ്. ഇതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂയിൽ സ്വിച്ചിൻ്റെ ഈ റെസിസ്റ്റൻസ് വാല്യൂയിൽ പ്രശ്നമൊന്നുമില്ല. ഇനി ഈ സ്വിച്ച് സ്റ്റക്കിങ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. അതിന് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ വോളിയം അതിൻ്റെ ഒരു സ്ട്രിപ്പ് നമുക്ക് കൊടുക്കാം.
വോളിയം കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെയാണ്. കറക്റ്റ് അല്ല, അത് ഗ്രൗണ്ടാണ്. സെക്കൻഡ് ഓക്കെയാണ്. തേർഡ് ഓക്കെയാണ്. നമുക്ക് വോളിയം ഡൗൺ ബട്ടൺ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. വോളിയം ഡൗൺ ബട്ടൺ അത് ഗ്രൗണ്ട് വാല്യൂ മാറിയും മറിഞ്ഞും പോവുകയാണ്. അപ്പോൾ നമുക്ക് വോളിയം ഡൗൺ ബട്ടണിൽ ഒരു പ്രോബ്ലംസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ഇത് സ്റ്റക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ജസ്റ്റ് നമ്മളതൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കണം. നമ്മളൊന്നുകൂടി സ്ട്രിപ്പ് വെളിയിലെടുക്കുകയാണ്. നമുക്ക് ഈ സ്ട്രിപ്പ് ഒന്ന് വെളിയിലെടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഇതിൻ്റെ വോളിയം ഡൗൺ ബട്ടൺ ഷോർട്ട് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം വോളിയം ബട്ടൺ ഒന്ന് മാറി നോക്കാം. മിക്കവാറും ഒക്കെ വോളിയം ബട്ടൺ ഷോർട്ട് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു പ്രോബ്ലംസ് വന്നിരിക്കുന്നതെന്നും നമുക്ക് തീരുമാനിക്കാം. അപ്പം വോളിയത്തിൻ്റെ ഈ ഒരു ബട്ടൺസ് മാത്രമായിട്ട് നമുക്ക് മാറാൻ സാധിക്കും, നമുക്ക് സോൾവ് ചെയ്ത് മാറ്റാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ പുതിയതാണ് മാറുന്നത്, പുതിയത് മാറ്റി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബട്ടൺസ് മാത്രമായിട്ട്, സ്ട്രിപ്പ് മൊത്തത്തിൽ മാറ്റാതെ ബട്ടൺസ് മാത്രമായിട്ട് എങ്ങനെ മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചുള്ള, ഇത് ബട്ടൺസ് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിൽ ബട്ടൺസ് മാത്രമായിട്ട് എങ്ങനെ മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തയ്യാറാക്കി തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രിപ്പ് ഒന്ന് മാറ്റി നോക്കാം. ഈ സ്ട്രിപ്പ് മാറ്റേണ്ട ആവശ്യമില്ല, ബട്ടൺസ് മാത്രം മാറ്റിയാൽ മതി. എങ്കിലും എൻ്റെ ഒരു സ്പെയർ സ്ട്രിപ്പ് ഉള്ളത് കൊണ്ട് ഞാനത് മാറ്റുകയാണ്. ഓക്കെ, പുതിയ സ്ട്രിപ്പാണ്, നമുക്ക് നോക്കാം. ഓക്കെ, ബാറ്ററി കണക്ഷൻ എല്ലാം കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഓണാക്കി നോക്കാം. കണ്ട, ഫാസ്റ്റ് ബൂട്ട് നേരത്തെ ഓൺ ആക്കുമ്പോഴത്തേക്കും ഫാസ്റ്റ് ബൂട്ട് എന്ന് എഴുതി സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ റെഡ്മി ബൂട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ്, ബൂട്ടിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഓൺ ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് മൊബൈൽ റിപ്പയറിംഗ് സംബന്ധമായിട്ടുള്ള വീഡിയോസുകളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ചിഹ്നത്തിൽ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന വീഡിയോസുകളെല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും നിങ്ങൾക്കൊന്നും തന്നെ മിസ്സാകാതിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ഫോൺ ഓൺ ആയിട്ടുണ്ട്, യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല. ഇപ്പോൾ ഫോൺ ലോക്കാണ്, ലോക്ക് എനിക്കറിയത്തില്ല. ഓക്കെ, വോളിയം നമുക്ക് പ്രസ് ചെയ്ത് നോക്കാം. കണ്ടോ, വോളിയം ഒക്കെ കറക്റ്റായിട്ട് ഇപ്പം കറക്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഓക്കെ, നമുക്ക് ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു വോളിയം ബട്ടൺ നമുക്ക് ഇതിൽ തന്നെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് ഒട്ടിക്കണം. എന്നിട്ട് പാക്ക് ചെയ്യണം, കസ്റ്റമർ കൊടുക്കണം, പൈസ വാങ്ങണം. അത്രയേ ഉള്ളൂ ഇനി അടുത്ത ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു റിപ്പയറിങ്ങിൻ്റെ ഒരു വീഡിയോ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. പിന്നെ ഇത് ഒക്കെ പാക്ക് ചെയ്ത് ഞാൻ കൊടുത്തണം, കാരണം ഇല്ലെങ്കിൽ വീഡിയോ കൂടുതൽ ലെങ്ത് ആവും. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നതുവരെ ബൈ.